ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്കൗണ്ടിങ് ഇക്വേഷനെ കുറിച്ചാണ് അല്ലേ. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റ്സ്, ആസ്തികൾ, ആ സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റലിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ടോട്ടലിന് തുല്യമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷനായിട്ട് നമ്മൾ അതിനെ എങ്ങനെയാണ് പറയുക? അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇന്ന് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ഒന്നുകൂടി വിശദമായിട്ട് ചർച്ച ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിളാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ നൽകുന്നത് എന്ന്. എന്താണ് ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്? ഓരോ ട്രാൻസാക്ഷനും ഓരോ ഇടപാടുകൾക്കും രണ്ട് എഫക്റ്റുകളുണ്ട്, രണ്ട് ആസ്പെക്റ്റുകളുണ്ട് എന്ന് ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നു അല്ലേ. ഓക്കെ, ആ രണ്ട് ആസ്പെക്റ്റുകളും റെക്കോർഡ് ചെയ്യുകയും വേണം. അങ്ങനെ ആ രണ്ട് ആസ്പെക്റ്റുകളും റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. ഫൈൻ. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഓരോ ട്രാൻസാക്ഷൻസും എടുത്തിട്ട് അതിലെ രണ്ട് എഫക്റ്റുകളും മനസ്സിലാക്കി, രണ്ട് ഭാഗങ്ങളും മനസ്സിലാക്കി, അത് അസറ്റ്സിലും ലയബിലിറ്റീസിലും ക്യാപിറ്റലിലും എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്നും ആ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷവും അക്കൗണ്ടിങ് ഇക്വേഷൻ അതുപോലെ നിലനിൽക്കുന്നു എന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻ്റെയും രണ്ട് എഫക്റ്റുകൾ എന്താണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ. ഫൈൻ. അത് പിന്നീട് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തും ഉപകാരപ്രദമായിരിക്കുമെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ കണക്കുകളിലേക്ക് കടക്കുകയാണ്, പ്രോബ്ലംസിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ രണ്ട് ചാപ്റ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനിയുള്ള ചാപ്റ്ററുകളിൽ നിങ്ങൾക്ക് കാണാതെ പഠിക്കാനുള്ള ഏരിയ വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം അല്ലേ. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മനസ്സിലാക്കുകയും പ്രാക്ടീസ് ചെയ്യുകയുമാണ് വേണ്ടത് അല്ലേ. കൂടുതൽ കണക്കുകൾ ചെയ്ത് പരിശീലിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അക്കൗണ്ടൻസിയിൽ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് പ്രാക്ടീസാണ്. നിങ്ങൾ എത്ര കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കുന്നോ അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടൻസി ചെയ്യാൻ സാധിക്കും. തിയറി മാത്രം പഠിച്ചുകൊണ്ട് അക്കൗണ്ടൻസിയിലെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാമെന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. ഇതെങ്ങനെയാണ് ചെയ്യുക? കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ട്. ആദ്യമായിട്ട് നിങ്ങളൊരു ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുകൾ തോന്നാം. രണ്ടാമത്തെ ചോദ്യം വീണ്ടും ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലളിതമാവും. മൂന്നാമത്തെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ലളിതമാവും. അങ്ങനെ 4ഉം 5ഉം ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ലളിതവും എളുപ്പമുള്ളതുമായിട്ട് മാറുമെന്നും കൂടി മനസ്സിലാക്കാം. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്ന കുട്ടിക്ക് കൂടുതൽ എളുപ്പത്തിൽ അക്കൗണ്ടൻസി ചെയ്യാൻ പറ്റുമെന്നും കൂടി മനസ്സിലാക്കാം. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ അനലൈസ് ചെയ്യുന്ന ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നും കൂടി സൂചിപ്പിക്കട്ടെ, ഇവിടെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഇടപാടുകൾ, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അനലൈസ് ചെയ്തിട്ട് ആ ട്രാൻസാക്ഷൻസ് അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും അതുപോലെ ക്യാപിറ്റലിനെയും ഏത് രൂപത്തിലാണ് ബാധിക്കുക എന്നും, അങ്ങനെ ബാധിച്ചതിന് ശേഷവും അക്കൗണ്ടിങ് ഇക്വേഷൻ, അതായത് അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ, തെളിയിക്കാനും പോവുകയാണ്. ഓക്കെ, ഫൈൻ. നമുക്ക് ആദ്യം ചോദ്യത്തിലേക്ക് കടക്കാം. അവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. അനലൈസ് ദ എഫക്റ്റ് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓൺ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. താഴെ പറയുന്ന ഇടപാടുകളുടെ എഫക്റ്റ് അസറ്റ്സും ലയബിലിറ്റീസിലും അതിലുള്ള എന്ത് എഫക്റ്റാണ്, എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങളോട് വിശകലനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഷോ ദാറ്റ്, കാണിക്കുകയും വേണം എന്ത്? എ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് സി, അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണെന്ന് നിങ്ങളോട് കാണിക്കാനും പറഞ്ഞിട്ടുണ്ട്. അവിടെ 5 ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്.
ആ ട്രാൻസാക്ഷൻസ് എന്താണെന്ന് ഞാൻ വിശദമാക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടെ ഒരു ഫോർമാറ്റ് ഞാൻ വരച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് ചെറിയ കോളമാണ്. അവിടെ സീരിയൽ നമ്പറാണ് നമ്മൾ എഴുതുന്നത്. സീരിയൽ നമ്പർ എന്ന് പറയുന്നത് ഈ ട്രാൻസാക്ഷൻ്റെ നമ്പറാണ്. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ 1, രണ്ടാമത്തേന് 2, 3, 4 എന്നിങ്ങനെ നമ്പർ ഇട്ട് നമ്മൾ കൊടുക്കുന്നു. രണ്ടാമത്തെ കോളം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ട്രാൻസാക്ഷൻ, എന്ത് ട്രാൻസാക്ഷനാണ് എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളവിടെ ഷോർട്ടാക്കിയിട്ട് ചുരുക്കിയിട്ട് ആ ട്രാൻസാക്ഷൻ എന്താണെന്ന് അവിടെ എഴുതുന്നു. മൂന്നാമത്തെ കോളമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് അസറ്റ്സ് ആണ്. അവിടെ നമ്മൾ എന്ത് കാണിക്കും? അസറ്റ്സിൻ്റെ എമൗണ്ട് കാണിക്കും. അതിന് താഴെയുള്ള കോളംസിലായിട്ട് നമ്മൾ അസറ്റ്സിൻ്റെ എമൗണ്ട് കാണിക്കും. നാലാമത്തെ കോളം ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ് ആണ്. അവിടെ നമ്മൾ ക്യാപിറ്റലിൻ്റെയും ലാബിലിറ്റീസിൻ്റെയും എമൗണ്ട് അതിന് താഴെയായിട്ട് നമ്മൾ കാണിക്കും. ഓക്കെ, അപ്പോൾ അസറ്റ്സിൻ്റെ കോളത്തിൽ കാണിച്ചിട്ടുള്ള എമൗണ്ടിൻ്റെ ടോട്ടലും ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ് എന്ന കോളത്തിൽ കാണിച്ചിട്ടുള്ള എമൗണ്ടിൻ്റെ ടോട്ടലും എന്തായിരിക്കണം? തുല്യമായിരിക്കണം അല്ലേ? അപ്പോഴേ അക്കൗണ്ടിങ് ഇക്വേഷൻ ശരിയാവുകയുള്ളൂ. ശരിയല്ലേ? ഓക്കെ. ഇനി അസറ്റ്സിന് താഴെ ഞാനൊരു റോ കാലിയാക്കി വിട്ടിട്ടുണ്ട് അല്ലേ? അതുപോലെ ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റീസിന് താഴെയും ഒരു റോ, കുറച്ച് സ്പേസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ അസറ്റ്സ് എഴുതുന്ന സമയത്ത് ഏത് അസറ്റാണ് എന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പലതരം അസറ്റുകളുണ്ടല്ലേ? ക്യാഷ് ഉണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ടാവാം, സ്റ്റോക്ക് ഉണ്ടാവാം, ഫർണിച്ചർ ഉണ്ടാവാം, മെഷീനറി ഉണ്ടാവാം അല്ലേ? ഓക്കെ, അതിൽ ഏത് അസറ്റാണെന്ന് നമ്മൾ ഈ സ്പേസിൽ കാണിക്കും. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. ലാബിലിറ്റീസ്, ബാധ്യതകൾ ഏതൊക്കെയാണെന്ന് നമ്മളിവിടെ കാണിക്കാനായിട്ട് ഒരു സ്പേസ്, അതിൻ്റെ പേര് കാണിക്കാനായിട്ട് ഒരു സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ ഓരോ ട്രാൻസാക്ഷനെയും നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്, വിശകലനം ചെയ്യാൻ പോവുകയാണ്. എന്ത് എഫക്റ്റാണ് ആ ട്രാൻസാക്ഷൻ ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ആദ്യമേ മനസ്സിലാക്കുക, ഓരോ ട്രാൻസാക്ഷനും എത്ര എഫക്റ്റ് ഉണ്ടാവും? 2 എഫക്റ്റ് ഉണ്ടാവും. 2 സ്ഥലത്ത് അത് ബാധിക്കും, അല്ലെങ്കിൽ 2 അക്കൗണ്ടുകളെ അത് ബാധിക്കും. അത് 2 സ്ഥലത്ത് നമ്മൾ രേഖപ്പെടുത്താൻ വേണ്ടി വരും അല്ലേ? ഓക്കെ, നമുക്ക് ആദ്യത്തെ ട്രാൻസാക്ഷനിലേക്ക് പോവാം. എന്താണ് ആദ്യത്തെ ട്രാൻസാക്ഷൻ പറയുന്നത്? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 50,000 50,000 രൂപ വെച്ച് ബിസിനസ് തുടങ്ങി എന്നാണ് ആ ട്രാൻസാക്ഷൻ പറയുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ ബിസിനസ്സിനകത്തുള്ള അക്കൗണ്ടൻ്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ബിസിനസ്സിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പം ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ 50,000 രൂപ വെച്ച് ബിസിനസ് തുടങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ബിസിനസ്സിലേക്ക് 50,000 രൂപ അതിൻ്റെ ഉടമസ്ഥൻ, ഓണർ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ എന്താ മനസ്സിലാക്കുക? ബിസിനസ്സിന് 50,000 രൂപ ക്യാഷ് കിട്ടി. ആര് കൊണ്ടുവന്നു? ഓണർ കൊണ്ടുവന്നു. ഫൈൻ, അതാണ് ആ ട്രാൻസാക്ഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്ന് കാണിക്കാനായിട്ട് നമ്പർ ഇടുന്നു വന്നു, എന്നിട്ട് ആ ട്രാൻസാക്ഷൻ എന്താണെന്ന് അവിടെ എഴുതും. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഫൈൻ. ഇനി ഈ ട്രാൻസാക്ഷന് ബിസിനസ്സിലുണ്ടാക്കുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെയാണ് അത് ബിസിനസ്സിനെ ബാധിക്കുക? അസറ്റ്സിലും ലയബിലിറ്റീസിലും ക്യാപിറ്റലും ഒക്കെ അത് എങ്ങനെയാണ് ബാധിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ആദ്യം ഇങ്ങനെ ക്യാഷ് കൊടുത്താൽ ബിസിനസ്സിൽ സംഭവിക്കുന്ന എന്താണ്? ബിസിനസ്സിന് 50,000 രൂപ ക്യാഷ് കിട്ടുകയാണ് അല്ലേ? ക്യാഷ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് പറയുമ്പോൾ അതുവരെ ബിസിനസ്സിൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, 0 ആയിരുന്നു അല്ലേ? ഓക്കെ, ബിസിനസ്സിലേക്ക് 50,000 രൂപ ഓണർ കൊണ്ടുവന്നു എന്ന് പറയുമ്പം ബിസിനസ്സിൻ്റെ കയ്യിൽ ഇപ്പോൾ 50,000 രൂപ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഉണ്ട്. അതാണ് ഒരു എഫക്റ്റ്, ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ? ഫൈൻ. ഇനി രണ്ടാമത്തെ എഫക്റ്റ് എന്താണ്? ക്യാഷ് അല്ലാതെ വേറൊന്നും കൊണ്ടുവന്നിട്ടില്ല അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ എന്താ പിന്നെ രണ്ടാമത് സംഭവിച്ചത്? ബിസിനസ് വേറെയാണ്, ഓണർ വേറെയാണ് അല്ലേ? അപ്പോൾ ഈ കൊടുന്ന ക്യാഷ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഓണർക്ക് തിരിച്ചു നൽകേണ്ട എമൗണ്ടാണ്. ശരിയല്ലേ? ക്യാഷ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ അതേസമയം തന്നെ 50,000 രൂപ ഓണർക്ക് തിരിച്ചു നൽകേണ്ടതുണ്ട് അല്ലേ? ആ തിരിച്ചു നൽകേണ്ട എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാം അല്ലേ? ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട, ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാം? ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് 2 എഫക്റ്റാണ്. ഒന്ന്, ബിസിനസ്സിൻ്റെ കയ്യിൽ 50,000 രൂപ ക്യാഷ് വരുന്നു, അതേസമയം തന്നെ ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത
അല്ലെങ്കിൽ ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് ക്യാപിറ്റലായിട്ട് 50,000 രൂപയും വരുന്നു. ക്ലിയർ? ഓക്കെ. അപ്പോൾ രണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത്, ആദ്യം അസറ്റിൻ്റെ കോളത്തിൽ നമുക്ക് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഉണ്ട്. അപ്പോൾ അത് കാണിക്കാനായിട്ട് നമ്മളവിടെ ഹെഡിങ് കൊടുക്കുന്ന ക്യാഷ്. രണ്ടാമത് ക്യാപിറ്റലും ഉണ്ടാവുകയാണ്. ഓക്കെ. അതിന് താഴെ എത്ര എമൗണ്ട് ആണെന്ന് നമ്മൾ കാണിക്കുന്നു. ക്യാഷ് 50,000, ക്യാപിറ്റൽ 50,000. അപ്പോൾ ആദ്യത്തെ ഇടപാട് ഏതൊരു ബിസിനസ്സിലെയും ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ. ബിസിനസ് ചെയ്യണമെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? ക്യാഷ് അല്ലേ. അതാരാ കൊണ്ടുവരിക? ഓണർ കൊണ്ടുവരും അല്ലേ. അപ്പോൾ ഏതൊരു ബിസിനസ്സെയും ആദ്യത്തെ സാമ്പത്തിക ഇടപാട് എന്ന് പറയുന്നത് ബിസിനസ്സിലേക്ക് ഓണർ ക്യാഷ് കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ആ ക്യാഷ് കൊണ്ടുവന്നാൽ ബിസിനസ്സിൽ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ബിസിനസ്സിൻ്റെ കയ്യിൽ അത്രയും ക്യാഷ് ഉണ്ടാവും, ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ടിനെയും ബാധിക്കുന്നു. രണ്ടാമത് ബിസിനസ് ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട ക്യാപിറ്റൽ അത്രയും എമൗണ്ട് ഉണ്ടാകും. സോ ക്യാഷും ക്യാപിറ്റൽ നമ്മളത് റെക്കോർഡ് ചെയ്തു അല്ലേ. ഇപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ സെയിം ആണല്ലേ. രണ്ട് സൈഡിലും എമൗണ്ട് 50,000 തന്നെയാണ്. ശരിയല്ലേ? ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എടുക്കാം. എന്താ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ? പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്ത് മെഷീനറി എന്ന് പറയുന്ന അസറ്റ് മേടിച്ചു. മെഷീനറി അസറ്റ് ആണല്ലേ, യന്ത്രങ്ങളല്ലേ. ഫർണിച്ചർ, മെഷീനറി, കമ്പ്യൂട്ടർ, സ്റ്റോക്ക്, ക്യാഷ്, ഡെപ്റ്റേഴ്സ്, ഇതൊക്കെ അസറ്റാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. മെഷീനറി മേടിച്ചു. ഈ ട്രാൻസാക്ഷൻ്റെ രണ്ട് എഫക്റ്റ് എന്നാണ്. ഏതൊരു ട്രാൻസാക്ഷൻ നിങ്ങൾ കണ്ടാലും ആദ്യം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അതിൻ്റെ രണ്ട് എഫക്റ്റ് എന്താണെന്നാണ് അല്ലേ. ഓക്കെ. മെഷീനറി മേടിച്ചു എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് പുതിയൊരു അസറ്റ് വരികയാണ്, മെഷീനറി എന്ന് പറഞ്ഞിട്ടല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ ആ പുതിയ അസറ്റ് രേഖപ്പെടുത്താനായിട്ട് അസറ്റിന് താഴെ ക്യാഷ് കഴിഞ്ഞിട്ട് അടുത്ത സ്പേസിൽ നമ്മൾ മെഷീനറി എന്ന് കാണിക്കണം. അപ്പോൾ ഒരു എഫക്റ്റ് മെഷീനറി വരുന്നതാണ്. എന്താണ് രണ്ടാമത്തെ എഫക്റ്റ്? രണ്ടാമതായിട്ട് ബിസിനസ്സിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? മെഷീനറി എങ്ങനെയാണ് മേടിച്ചത്? ക്യാഷ് കൊടുത്തിട്ട് അല്ലേ. ₹425,000 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ. ക്യാഷ് കൊടുക്കാതെ മെഷീനറി കിട്ടുമോ? ഇല്ല. അപ്പോൾ രണ്ടാമത് ബാധിക്കുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് എവിടെയാണ്? ക്യാഷിലാണ് അല്ലേ. ക്യാഷിൽ എന്താ സംഭവിക്കുന്നത്? 25,000 രൂപ കുറയുന്നു. ക്യാഷ് കൊടുത്തിട്ടാണ് മെഷീനറി മേടിക്കുന്നത്. അതായത് നമ്മുടെ ക്യാഷ് 25,000 രൂപ കുറയുകയും അതിന് പകരമായിട്ട് മെഷീനറി എന്ന് പറയുന്ന അസറ്റ് വരികയാണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ്റെ രണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത്, ഒന്ന് ക്യാഷ് എന്ന് പറയുന്ന അസറ്റിലും രണ്ടാമത് മെഷീനറി എന്ന് പറയുന്ന അസറ്റിലുമാണ് അല്ലേ. ഇവിടെ ക്യാഷ് കുറയുന്നു, മെഷീനറി എന്ന് പറയുന്ന പുതിയ അസറ്റ് വരുന്നു. അപ്പോൾ നമ്മൾ അവിടെ അത് റെക്കോർഡ് ചെയ്യുന്നു. ക്യാഷിൻ്റെ കോളത്തിൽ 25,000 രൂപ മൈനസ് ആയിട്ട് കാണിക്കുന്നു. മെഷീനറി വരുന്നതായതുകൊണ്ട് അവിടെ നമ്മുടെ പോസിറ്റീവ് ഫിഗറായിട്ട് 25,000 രൂപയും കാണിക്കുന്നു. രണ്ട് ട്രാൻസാക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം അല്ലേ. ഈ രണ്ട് ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷം അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസ്, ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസിൻ്റെയും അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് ടോട്ടൽ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാഷ് 50,000 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 25,000 കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഇപ്പോൾ 25,000 ഉള്ളൂ. മെഷീനറി 25,000 പുതുതായിട്ട് വന്നതാണ്, അത് മാത്രമേ ഉള്ളൂ. സോ 25,000. ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ 50,000, അതിന് മാറ്റങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ നോക്കൂ, അസറ്റ്സ് ആയിട്ട് ക്യാഷ് 25,000 ഉണ്ട്, മെഷീനറി 25,000 ഉണ്ട്, ടോട്ടൽ 50,000. ഇപ്പുറത്തെ ക്യാപിറ്റൽ 50,000. രണ്ട് സൈഡും തുല്യമാണ് അല്ലേ. ഓക്കെ. ദെൻ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എടുക്കാം. എന്താണ് മൂന്നാമത്തെ ട്രാൻസാക്ഷൻ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് നൽകി ഗുഡ്സ് മേടിച്ചു. ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? വിൽക്കാനായിട്ട് വാങ്ങിയ സാധനങ്ങൾ അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ എന്താ വർദ്ധിക്കുക? നമ്മുടെ സ്റ്റോക്കാണ് വർദ്ധിക്കുക അല്ലേ. വിൽക്കാതെ ബാക്കിയുള്ള ഗുഡ്സിനെയാണ് നമ്മളെന്ത് പറയാം? സ്റ്റോക്ക് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഗുഡ്സ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള സ്റ്റോക്കിനോട് കൂടി ഇതും കൂടി ആഡായി. ഇവിടെ നിലവിൽ സ്റ്റോക്കൊന്നുമില്ല. ഓക്കെ. അപ്പോൾ എത്രയും ഗുഡ്സ് മേടിച്ചോ അത്രയും സ്റ്റോക്ക് വർദ്ധിക്കും അല്ലേ. സ്റ്റോക്ക് അല്ലെങ്കിൽ ഗുഡ്സ് വർദ്ധിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഗുഡ്സ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അസറ്റാണ് അല്ലേ, സംശയമില്ലല്ലോ. ഓക്കെ. അപ്പോൾ ഗുഡ്സ് മേടിച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് എന്ന് പറയുന്ന പുതിയ അസറ്റ് വരികയാണ്. അപ്പോൾ നമ്മളത് എവിടെ കാണിക്കണം? സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഹെഡിങ് കൊടുക്കുക. സ്റ്റോക്ക് 20,000 രൂപയുടെ സ്റ്റോക്ക് വന്നു. ഇനി രണ്ടാമത് ബാധിക്കുന്ന അക്കൗണ്ട് ഏതാണ്? എങ്ങനെയാണ് മേടിക്കുന്നത്? ക്യാഷ് കൊടുത്താൽ മേടിക്കണത് അല്ലേ. അപ്പോൾ നമ്മുടെ ക്യാഷ് കുറയുമല്ലോ. ഓക്കെ. ക്യാഷ് എന്ന് പറയുന്ന ഹെഡിങ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, വീണ്ടും കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിന് താഴെ എഴുതിയാൽ മതി അല്ലേ. ഓക്കെ.
പുതുതായിട്ട് ഏതെങ്കിലും ഒരു അസറ്റോ അല്ലെങ്കിൽ ലാബിലിറ്റിയോ വന്നാൽ അത് മാത്രമാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് കാണിക്കുക. ഇവിടെ സ്റ്റോക്ക് എന്ന് പറയുന്ന പുതിയ ഒരു അസറ്റ് വന്നു, അത് നമ്മൾ അതിനൊരു പുതിയ ഹെഡിങ് കൊടുത്തു. ക്യാഷ് ഓൾറെഡി ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ക്യാഷിൻ്റെ കോളത്തിൽ ക്യാഷ് കുറയുകയാണ് 20,000. അപ്പോൾ 20,000 കുറഞ്ഞെന്ന് കാണിക്കുന്നു. ദെൻ സ്റ്റോക്ക് വർദ്ധിക്കുകയാണ്, അതിന് താഴെ 20,000 കൊടുക്കുകയും ചെയ്യും. ഇനി എന്ത് ചെയ്യണം? ആസ് യൂഷ്വൽ ആഡ് ചെയ്യണം. ഓക്കെ. ഇത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മുമ്പ് നമ്മളിവിടെ ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുമായിട്ട് വേണം ഈ താഴെ കൊടുത്ത 2 എഫക്റ്റുകൾ ടോട്ടൽ ചെയ്യാൻ. അതിനപ്പുറത്തെ എമൗണ്ടുമായിട്ട് ടോട്ടൽ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, ഇവിടെ ഓൾറെഡി ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ 25,000 20,000 മൈനസ് ചെയ്യുന്ന സമയത്ത് 5,000 ക്യാഷ്. ഇവിടെ 25,000 താഴെ പുതുതായിട്ട് ഒന്നുമില്ല. ഇവിടെ സ്റ്റോക്കിൽ പുതുതായിട്ട് 20,000 വരുന്നു, അപ്പോൾ 20,000. ഇവിടെ ക്യാപിറ്റലിൻ്റെ സൈഡിൽ മാറ്റങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ നോക്കൂ, അസറ്റ്സ് 5,000 25,000 20,000 എന്ന് പറയുമ്പോൾ 50,000. ഈ കോളത്തിലും 50,000. അക്കൗണ്ടിങ് ഇക്വേഷൻ ടാലീഡാണ് അല്ലേ? ഓക്കെ, ഫൈൻ. ഇനി 4ാമത്തെ ട്രാൻസാക്ഷൻ എടുക്കാം. എന്താണ് 4ാമത്തെ ട്രാൻസാക്ഷൻ? പർച്ചേസ്ഡ് ഗുഡ്സ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇവിടെയും നമ്മൾ സ്റ്റോക്ക് തന്നെ മേടിക്കുകയാണ്, ഗുഡ്സ് മേടിക്കുകയാണ് അല്ലേ? ഓക്കെ. സ്റ്റോക്ക് വർദ്ധിക്കുകയാണ്, ഫൈൻ. പക്ഷെ ക്യാഷ് കൊടുത്തില്ല. എങ്ങനെ പറയുന്നു? ഓൺ ക്രെഡിറ്റ്, ഫോർ ക്രെഡിറ്റ്. എന്താ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ? കടത്തിനാണ്. കടത്തിനെന്ന് പറയുമ്പോൾ ക്യാഷ് കൊടുത്തിട്ടില്ല, പിന്നീട് നമ്മൾ കൊടുക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ സാധനം മേടിച്ച് ബിസിനസ്സിൽ കൊണ്ടുവന്ന് വെച്ചു. എത്ര രൂപയുടെ സാധനം? 15,000 രൂപയുടെ. ഓക്കെ. അപ്പോൾ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞതിൽ നമുക്ക് സംശയമില്ല, സ്റ്റോക്ക് ബിസിനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ സ്റ്റോക്കിന് താഴെ രേഖപ്പെടുത്തിയാൽ മതി. പുതിയ ഹെഡിങ് ഒന്നും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, നിലവിലുള്ള അസറ്റ് തന്നെയാണ് അല്ലേ? അത് വീണ്ടും വരികയാണ്. ഓക്കെ. 2ാമത്തെ എഫക്റ്റ് എന്താണ്? വേറെ അസറ്റിനൊന്നും ബാധിക്കുന്നില്ല അല്ലേ? പക്ഷേ ഇവിടെ കടമുണ്ടാവുകയാണ് അല്ലേ? നമ്മൾ 15,000 രൂപ പിന്നീട് കൊടുക്കേണ്ടേ? അതിനാണ് കടം എന്ന് പറയാം, ലാബിലിറ്റി, ബാധ്യത എന്ന് പറയാം അല്ലേ? ഓക്കെ. ഈ കടത്തിനെ നമ്മൾ എന്താ പറയാം? ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കാരെ നമ്മൾ എന്താ പറയാം? ക്രെഡിറ്റേഴ്സ് എന്നാ പറയാം. ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടത്തിന് സാധനം മേടിച്ചാൽ നമ്മൾ അയാൾക്ക് ക്യാഷ് കൊടുക്കണം അല്ലേ? അങ്ങനെ കൊടുക്കാനുള്ള ആൾക്കാരെ എന്താ പറയാം? ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ലാബിലിറ്റി ഇവിടെ നമുക്ക് പുതുതായിട്ട് ഉണ്ടാവുകയാണ്. അപ്പോൾ ലാബിലിറ്റീസിന് താഴെ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് കാണിക്കുന്നു, ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കാർ. എത്ര രൂപയുടെ ഉണ്ടാവും? എത്ര രൂപയ്ക്ക് സാധനം കടത്തിന് മേടിക്കുന്നത്? 15,000 രൂപക്ക്. ഓക്കെ. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ 2 എഫക്റ്റ് എന്ന് പറയുന്നത്, ഒന്ന് സ്റ്റോക്ക് 15,000 രൂപ വർദ്ധിക്കുന്നു, 2ാമത് ക്രെഡിറ്റേഴ്സ് ബാധ്യത ഉണ്ടാവുകയും ചെയ്യുകയാണ്. ബാധ്യതയും വർദ്ധിക്കുകയാണ് അല്ലേ? സ്റ്റോക്കും വർദ്ധിക്കുന്നു, ഒരു ബാധ്യത ലാബിലിറ്റി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ബാധ്യതയും വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ 2 എഫക്റ്റ് എന്ന് പറയുന്നത്, ഒന്ന് സ്റ്റോക്കിൽ 15,000 രൂപ വർദ്ധിക്കുന്നു, ക്രെഡിറ്റേഴ്സും വർദ്ധിക്കുകയാണ്, കുറയല്ല അല്ലേ? ഓക്കെ. നമ്മൾ കടം മേടിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാധ്യത കൊടുക്കാനുള്ള എമൗണ്ട് അവിടെ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ വർദ്ധിക്കുകയാണ്. 0 എന്നതിൽ നിന്ന് 15,000 വർദ്ധിക്കുകയാണ്. ഇനി നമ്മൾ വീണ്ടും ടോട്ടൽ ചെയ്യുകയാണ്. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ക്യാഷ് 5,000, മെഷീനറി 25,000 മാറ്റമില്ല, സ്റ്റോക്ക് 20,000 എന്നുള്ള 15,000 കൂടി 35,000 ക്യാപിറ്റൽ 50,000 തന്നെയാണ്. പുതിയൊരു ബാധ്യത ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 15,000 കൂടി വരികയാണ്. അപ്പോൾ ഇപ്പുറത്ത് 50,000 15,000 55,000, ഇപ്പുറത്ത് 5,000 25,000 35,000 എന്ന് പറയുമ്പോൾ 65,000. 2 സൈഡിലും തുല്യമാണ്. ശരിയല്ലേ? ഓക്കെ. ഇനി അവസാനത്തെ ട്രാൻസാക്ഷൻ, ടുക്ക് എ ബാങ്ക് ലോൺ ഫോർ ₹30,000. 30,000 രൂപയുടെ ബാങ്ക് ലോൺ എടുത്തു. ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുകയാണ് അല്ലേ? വായ്പ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ബിസിനസ്സിലേക്ക് ക്യാഷ് വരും അല്ലേ? വായ്പ എടുക്കുക അറിയാമല്ലോ എന്താണെന്ന്. ഓക്കെ. അപ്പോൾ ബാങ്ക് ലോൺ എടുക്കുമ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വരും. അപ്പോൾ ക്യാഷ് 30,000 രൂപ വർദ്ധിച്ചു, ഇവിടെ കാണിച്ചാൽ മതി അല്ലേ? ഓക്കെ. 2ാമത്തെ എഫക്റ്റ് എന്താണ്? ക്യാഷ് മാത്രമേ വരുന്നുള്ളൂ, വേറൊരു അസറ്റും വരുന്നില്ല, പോകുന്നുമില്ല അല്ലേ? പിന്നെ എന്താ ഉണ്ടാവുന്നത്? ബാങ്ക് ലോൺ എന്ന് പറയുന്നത് ഒരു ലാബിലിറ്റിയാണ്, ബാധ്യതയാണ് അല്ലേ? തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ടാണ്. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ലാബിലിറ്റി നമ്മൾ ലാബിലിറ്റി സൈഡിൽ കാണിക്കുന്നു, ലോൺ അല്ലെങ്കിൽ ബാങ്ക് ലോൺ എന്ന് പറഞ്ഞ് സൈഡിൽ കാണിക്കുന്നു. ഓക്കെ. അപ്പോൾ ബാങ്ക് ലോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ ക്യാഷ് 30,000 വർദ്ധിക്കുന്നു, നമ്മുടെ പുതിയൊരു ബാധ്യതയായിട്ടുള്ള ബാങ്ക് ലോണും 30,000 വർദ്ധിക്കുന്നു. 2 എഫക്റ്റ് അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ക്യാഷ് 35,000 വർദ്ധിക്കുന്നു, മെഷീനറി 25,000 തന്നെയാണ്, സ്റ്റോക്ക് 35,000 തന്നെയാണ്. ഓക്കെ. ക്യാപിറ്റൽ 50,000, ലാബിലിറ്റീസായിട്ട് ക്രെഡിറ്റേഴ്സ് 15,000, ലോണ് 30,000. ഇനി 2 സൈഡും ടോട്ടൽ ചെയ്ത് നോക്കൂ. ഇത് അവസാനത്തെ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ടോട്ടൽ ചെയ്ത് അവിടെ ഇടാം. അസറ്റ് സൈഡിലും 95,000, ലാബിലിറ്റി സൈഡിലും
95,000. അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് ടാലിഡ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, എത്ര ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാലും അസറ്റ്സിലും ക്യാപിറ്റലിലും ലയബിലിറ്റീസിലും എല്ലാം ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഓക്കെ, മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇക്വേഷൻ സെയിം ആയിരിക്കും. ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റ്സിൻ്റെ വാല്യൂ ആ സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റലിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ അതിന് തുല്യമായിരിക്കുമെന്ന് നമ്മൾ ഈ അനാലിസിസിലൂടെ പ്രൂവ് ചെയ്യുകയാണ്, തെളിയിക്കുകയാണ് അല്ലേ? ഓക്കെ, ഫൈൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ചോദ്യവും ഉത്തരവും അതുപോലെ നിങ്ങൾ നോട്ടിലേക്ക് പകർത്തുകയല്ല വേണ്ടത്. ഇത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ചോദ്യം എഴുതിയിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുകയും എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിലേക്ക് നോക്കുകയും ചെയ്യുക. ആ രീതിയിൽ വേണം ഇനി ഉള്ള ഓരോ പ്രോബ്ലംസും നിങ്ങളുടെ നോട്ടിലേക്ക് പകർത്താൻ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ തവണ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ കൂടുതൽ അക്കൗണ്ടൻസിൽ പഠിക്കുകയാണ്. ഇവിടെ നമ്മൾ സ്ലോലി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. വളരെ പതുക്കെ. എന്താണത്? ഓരോ ട്രാൻസാക്ഷൻ്റെയും 2 എഫക്റ്റുകൾ ഏതാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് ട്രാൻസാക്ഷൻസ് നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഇതുപോലെയുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരികയാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: ഷോ ദ എഫക്റ്റ് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓൺ അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ട്രാൻസാക്ഷൻ്റെ എഫക്റ്റ് എന്തിൽ, അസറ്റ്സിലും ലയബിലിറ്റീസിലും ക്യാപിറ്റലിലുള്ള എഫക്റ്റ് എന്താണെന്ന് കാണിക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. ആദ്യത്തേത്, സുരേഷ് കമൻസ്ഡ് ബിസിനസ് വിത്ത് ₹1 lakh. സുരേഷ് എന്ന് പറയുന്ന ആൾ, കമൻസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടഡ് എന്നാണ്, തുടങ്ങിയെന്നാണ്. ബിസിനസ് തുടങ്ങി 1 ലക്ഷം രൂപ വെച്ചിട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ സുരേഷ് എന്ന് പറയുന്ന ഓണർ നിങ്ങൾക്ക് എത്ര തന്നു? ബിസിനസ് തുടങ്ങാനായിട്ട് 1 ലക്ഷം രൂപ കിട്ടി. ഓക്കെ. 1 ലക്ഷം രൂപ ക്യാഷ് ഓണർ കൊണ്ടുവന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് ക്യാഷ് നൽകി 45,000 രൂപയുടെ ഗുഡ്സ് മേടിച്ചു. ഓക്കെ, ഫൈൻ. അപ്പോൾ സ്റ്റോക്ക് വർദ്ധിക്കുകയാണ് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ വീണ്ടും ഗുഡ്സ് മേടിച്ചു, പക്ഷേ തവണ മേടിച്ചത് 40,000 രൂപയ്ക്ക്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ്, കടത്തിനാണ് മേടിച്ചത് 40,000 രൂപയ്ക്ക്. പിന്നീട് പറയുന്നു ബോട്ട് ഫർണിച്ചർ ഫോർ ₹10,000. ഫർണിച്ചർ മേടിച്ചു. ₹4 എന്ന് പറഞ്ഞാൽ ക്യാഷിനാണോ ക്രെഡിറ്റ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ₹4 എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ക്യാഷിനാണ് എന്ന് നിങ്ങൾ കരുതാം. ബോട്ട് ഫർണിച്ചർ ഫോർ ₹10,000, 10,000 രൂപയ്ക്ക് ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ മേടിച്ചു. അതുപോലെ തന്നെ വേറൊരു അസറ്റായിട്ടുള്ള മെഷീനറി, ബോട്ട് മെഷീനറി ഫോർ ₹15,000. മെഷീനറിയും 15,000 രൂപയ്ക്ക് വാങ്ങി. ഓക്കെ. ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അനാലിസിസ് നടത്തി അക്കൗണ്ടിങ് ഇക്വേഷൻ അതുപോലെ നിലനിൽക്കുന്നു എന്ന് നിങ്ങൾ ഷോ ചെയ്യാം. ഓക്കെ. അങ്ങനെ ആ ഉത്തരം കണ്ടെത്തി നിങ്ങൾ ആസ് യൂഷ്വൽ ഇന്ന് തന്നെ എനിക്ക് അയച്ചു തരിക. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം ടു സേ ഗുഡ് ബൈ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.